الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നമ്മുടെ പാരായണത്തിനിടയിൽ നമ്മൾ കാണുന്ന കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ഫസാദ് എന്നത്. ഒരു അറബി പദമാണെങ്കിലും നമ്മുടെ ഭാഷാ പ്രയോഗത്തിലും സാധാരണഗതിയിൽ ഫസാദ് ഉണ്ടാക്കില്ലേ എന്ന് പറയാറുണ്ട്. അഥവാ ആ പദം നമുക്ക് പരിചിതമാണ്. ഖുർആനിലാവട്ടെ ഈ പദത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളിൽ ഇഫ്സാദ്, തുഫ്സിദൂന, മുഫ്സിദൂൻ, മുഫ്സിദീൻ എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിൽ 50 ഇടത്ത് ഈ പദം വന്നിട്ടുണ്ട്. 23 അധ്യായങ്ങളിലായിട്ട്. സാധാരണഗതിയിൽ അറബി ഭാഷയിൽ ഈ പദത്തിന് പറഞ്ഞു കേൾക്കുന്ന അർത്ഥം 5 എണ്ണമാണ്. അഴിമതി, നാശം, തകർച്ച, ദുർവൃത്തി, ദുഷിച്ച അവസ്ഥ. ഇതൊക്കെയാണ് അറബി ഭാഷ നിഘണ്ടുവിൽ ഫസാദ് എന്ന പദത്തിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആനാവട്ടെ തികച്ചും വിശാലമായ തലത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളെ ഉദ്ധരിക്കുന്നിടത്ത് ആ അവസ്ഥയിൽ എത്തിപ്പെട്ട ആളുകളെ, സംവിധാനത്തെ, സമൂഹത്തെ പരിചയപ്പെടുത്തുന്ന ഭാഗത്ത് ഈ ഫസാദ് എന്ന പദം പ്രയോഗിച്ചു. കുഴപ്പമുണ്ടാക്കുക, രക്തം ചിന്തുക, സമാധാന അന്തരീക്ഷം കെടുത്തുക, അരാജകത്വം ഉണ്ടാക്കുക, ഭൂമിയിൽ മണ്ണിൽ അതിന്റെ ക്രമത്തെ, ഭൂമിയുടെ താളത്തെ തെറ്റിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക, സ്വച്ഛമായ വായുവിനെ മലിനപ്പെടുത്തുക, ശുദ്ധമായ വെള്ളത്തെ മലിനപ്പെടുത്തുക എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിലും പെട്ട ദുർവൃത്തികളും നശിച്ച പ്രവർത്തനങ്ങളും ദുഷിച്ച കാര്യങ്ങളും ഒപ്പം സാമൂഹികമായ വലിയ തിന്മകളായിട്ട് നിലകൊള്ളുന്ന അധാർമികതകൾ, അസാന്മാർഗതകൾ, അശ്ലീലങ്ങൾ, അഴിമതി, നീതിരാഹിത്യം അഥവാ ശരിയായി നീ നടപ്പാക്കാതിരിക്കുക ഇങ്ങനെ തുടങ്ങിയ എല്ലാ സന്ദർഭങ്ങളെയും മുൻനിർത്തി ഈ പദം ഖുർആൻ പ്രയോഗിച്ചു. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഓരോ സംഗതികൾക്കും നമ്മുടെ ജീവിതവുമായി വലിയ ബന്ധവും നമ്മുടെ സമൂഹവുമായി വലിയ ഇണക്കവും ഉണ്ടാകും. വൃഥാ ഒരു പദം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഫസാദ്, ഇഫ്സാദ്, മുഫ്സിദീൻ, മുഫ്സിദൂൻ, തുഫ്സിദൂ, ലാ തുഫ്സിദൂ തുടങ്ങിയ വിവിധ രീതിയിൽ വന്ന ഈ പദങ്ങളെ മുൻനിർത്തി
മഹാന്മാരായ മുഫസ്സിറുകൾ വിശാലമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. വലാ തുഫ്സിദൂ ഫിൽ അർദ് ഖുർആന്റെ ഒരു ആഹ്വാനമാണ്. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമുഖത്ത് കുഴപ്പം സൃഷ്ടിക്കാൻ പാടില്ല. വലാ തുഫ്സിദൂ ഫിൽ അർദ് ബഅദ ഇസ്ലാഹിഹാ. വിശുദ്ധ ഖുർആനിന്റെ ബാക്കി കൂടി അങ്ങനെ പറയുന്നുണ്ട്. നേരെ ചൊവ്വേ ഒരു ക്രമത്തിലാണ് കേട്ടോ ഈ ഭൂമിയും ആകാശവും പ്രപഞ്ചവും അതിലെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള സകല സൃഷ്ടികളുടെയും സംവിധാനം നടത്തിയിരിക്കുന്നത്. അതിനൊരു താളമുണ്ട്, ഒരു ക്രമമുണ്ട്. അതിന് അതിൻ്റെതായ ഒരു രീതിയിൽ മുന്നോട്ട് പ്രയാണം ചെയ്യാൻ ഒരു വ്യവസ്ഥയും ഈ നാഥൻ അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളായിട്ടത് കുഴപ്പത്തിലാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഒരു ചെറിയ അർത്ഥത്തിൽ നാശം, കുഴപ്പം എന്നിങ്ങനെയുള്ള അർത്ഥകൽപ്പനയിലല്ല അല്ലാഹു ഈ പദത്തെ നമ്മൾ പരിചയപ്പെടുത്തും. ആകാശത്തിലും ഭൂമിയിലും കടലിലും കരയിലുമൊക്കെ നാശങ്ങൾ, ഫസാദ് പ്രകടമായിരിക്കുന്നു. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യ കരങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി മനുഷ്യൻ വിവേകരഹിതമായി ബുദ്ധിശൂന്യമായി താൽക്കാലിക നേട്ടങ്ങൾക്കും സ്വാർത്ഥ ലാഭങ്ങൾക്കും വേണ്ടി മുൻപിൻ ചിന്തിക്കാതെ പണിയെടുത്തതിന്റെ ഭാഗമായിട്ട് കരയിലും കടലിലും അതിന്റെ എല്ലാം മുകളിൽ മേലാട്ടായി നിൽക്കുന്ന ആകാശത്ത് അതിൽ മനുഷ്യവാസം സാധ്യമാകുമെന്നുള്ള വായുമണ്ഡലത്തിലും എല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന മുഫസ്സിറുകൾ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടെയെല്ലാം കുഴപ്പം പ്രകടമായിരിക്കുന്നു. അപ്പൊ അത്തരം കുഴപ്പം എന്ന് പറയുന്ന ഫസാദ് പ്രകടമായിരിക്കുന്നു, പ്രത്യക്ഷമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു അർത്ഥത്തിലല്ല, മറിച്ച് വിശാലമായ തലത്തിൽ പഠിക്കേണ്ടുന്ന ഒരു പദപ്രയോഗമാണ്. അല്ലാഹു ക്രമത്തിലാക്കി വെച്ച ഈ ഭൂമിയുടെ ക്രമത്തെ താളം തെറ്റിക്കുക. ഭൂമിയിലും ആകാശത്തുള്ള നാശങ്ങളാണ്. മനുഷ്യകുലത്തിന്റെ ഒരു പോക്കുണ്ട്. പാരസ്പര്യത്തോടെ, സ്നേഹത്തോടെ, സഹിഷ്ണുതയോടെ, അറിഞ്ഞും അടുത്തും കൊടുത്തും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ചേർന്ന് ജീവിക്കുന്ന ഒരു സർഗാത്മകമായ ജീവിതമുണ്ട്. ഇസ്ലാം മുമ്പിൽ വെക്കുന്ന ഒരു ക്രമമാണ്, മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു ക്രമമാണ്. ആ ക്രമത്തെ കുഴപ്പത്തിലാക്കാതെ അധർമ്മം, അനീതി, അന്യായം എന്നിവ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സാമൂഹ്യ ക്രമം കുഴപ്പത്തിലാക്കും. അതുകൊണ്ട് നീതിയെ കുഴപ്പത്തിലാക്കാതിരിക്കുക, ധാർമ്മികതയെ കുഴപ്പത്തിലാക്കാതിരിക്കുക, എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുള്ള ഭൂമിയിൽ ആരുടെയും ജീവൻ അപകടത്തിലാകാതിരിക്കുക, ആർക്കും ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെടാതിരിക്കുക, വിഭവങ്ങൾ എല്ലാവർക്കും കൃത്യമായി പങ്കുവെച്ച് കിട്ടണം, അത് എല്ലാവർക്കും കിട്ടാതിരിക്കുക. അങ്ങനെ ദാരിദ്ര്യവും പട്ടിണിയും ദിനേന 20 രൂപക്ക് മാത്രം വരുമാനം കൊണ്ട് ജീവിക്കുക, ഒരു നേരം മാത്രം വയറ് നിറക്കാൻ കഴിയാതെ ബാക്കി നേരം അന്നം കഴിക്കാൻ ജീവിക്കുന്ന മനുഷ്യരുണ്ടാവുക. അങ്ങനെ തുടങ്ങി ഈ ഭൂമിയിൽ അല്ലാഹു വെച്ച ക്രമത്തെ എല്ലാം കുഴപ്പത്തിലാക്കുന്ന സകല പ്രവർത്തനം ഉൾക്കൊള്ളുന്ന പദപ്രയോഗമാണ് ഇസ്ലാഹ്, നേരെയാക്കുക, ക്രമത്തിലാക്കുക. ഇസ്ലാഹി പ്രവർത്തനം, ഒരു സംഗതിയെ നശിച്ചതിനെ നേരെ ചൊവ്വേ സംവിധാനിക്കണം, പുനഃസ്ഥാപിക്കണം. അപ്പോ ഇസ്ലാഹിക, അല്ല ഇതിനെ നേരെ ചൊവ്വേ ഇസ്ലാഹി ചെയ്ത് വെച്ചതാണ്. സംസ്കരിക്കപ്പെട്ട ഭൂമിയും വെള്ളവും ആകാശവും വായുവും അതിനകത്ത് മനുഷ്യകുലത്തിന്റെ അധിവാസവും അതിനുവേണ്ട ക്രമവും വ്യവസ്ഥയും എല്ലാം അല്ലാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങളായിട്ട് കുഴപ്പത്തിലാക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ നന്മയുടെ വിപരീതമായിട്ടുള്ള എല്ലാ സംഗതിയും ഈ പറയുന്ന ഫസാദിന്റെ ഭാഗമായിട്ട് വരുമെന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ പദത്തെ വിലയിരുത്തിക്കൊണ്ട് മഹാന്മാരെ മുഫസ്സിറുകൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വ്യക്തിഗതമായ പാപങ്ങളെയും സാമൂഹികമായ കുറ്റകൃത്യങ്ങളെയും പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഖുർആനിലെ ഫസാദ്. വ്യക്തിഗതമായ പാപങ്ങൾ, മനുഷ്യൻ അവന്റെ നന്മയെ കൈയൊഴിഞ്ഞ് തിന്മയെ ഉപാസിക്കുക, അങ്ങനെ മദ്യപാനം, ലഹരി തുടങ്ങി അങ്ങോട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, വൃത്തികേടുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അത് ഫസാദ്. സാമൂഹികമായ കുറ്റകൃത്യം, കൊല്ലും കൊലയും കൊള്ളിയും പൊതുമുതൽ തട്ടിയെടുത്ത് നശിപ്പിക്കൽ, അന്യന്റെ അവകാശങ്ങളെ ഹനിക്കൽ, കയ്യൂക്ക് കൊണ്ട് അവന്റെ മേൽ അധികാരം സ്ഥാപിക്കൽ, മനുഷ്യരെ വെറുപ്പ് സൃഷ്ടിക്കൽ, മനുഷ്യനിൽ ഒരു വിഭാഗത്തെ ഉപയോഗിച്ച് മറ്റൊരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്തു തുടങ്ങി എന്തെല്ലാം ഉണ്ടോ, നീതിയുടെ ക്രമം തെറ്റൽ, അനീതി, സ്വന്തം ആളുകൾക്ക് മാത്രം നീതി ലഭ്യമാകുന്ന, ഇരട്ട നീതി നടപ്പാക്കപ്പെടുന്ന,
നീതി നടപ്പാക്കാതിരിക്കുന്ന, നീതി വൈകിപ്പിക്കുന്ന, അന്യായമായി തടങ്കൽ പാളത്തിൽ അടച്ച് പിന്നെ 5, 15, 20 കൊല്ലം കഴിയുമ്പോൾ കുറ്റവാളിയല്ലാതെ പുറത്തേക്ക് വിടുന്ന, ആരും ചോദിക്കാനും പറയാത്ത അവസ്ഥ, എല്ലാം ഈ പറഞ്ഞ സാമൂഹികമായ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാണ് അതിനെ ഫസാദ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ടാണ് ഭൂമിയിലും ആകാശത്തും കടലിലും കരയിലും വായുവിലും വെള്ളത്തിലും ഒക്കെ ഉണ്ടാക്കുന്ന ഈ പറയുന്ന പദം എല്ലാം ചേരുന്ന വിശാലമായ പദപ്രയോഗമാണ് ഖുർആനിലെ പ്രയോഗം. അള്ളാഹു വീണ്ടും നമ്മൾ ഉത്ബോധിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറയിൽ, വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, നിങ്ങൾ ഈ വക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ കുഴപ്പത്തിലാക്കല്ല, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ കുഴപ്പത്തിലാക്കല്ല, നിങ്ങളിൽ ഉണ്ടാവേണ്ട ധാർമ്മികതയെ കുഴപ്പത്തിലാക്കല്ല, അങ്ങനെ വ്യക്തിഗതമായി നിങ്ങൾ നശിക്കല്ല, സാമൂഹികമായ ക്രമത്തെ തെറ്റിക്കല്ല, ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയെ സംവിധാനത്തെ കുഴപ്പത്തിലാക്കല്ല. ഇതെല്ലാം അതിന്റെ അർത്ഥമാണ്. വലാ തുഫ്സിദൂ വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, ഈ ഭൂമി നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നതോട് പറയപ്പെട്ടാൽ ഖാലൂ, ഇവിടെ ഒരു കൂട്ടർ പറയും, അല്ലെങ്കിൽ ഈ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇതിനെല്ലാം വികസനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, ഇസ്ലാഹ് ചെയ്യാം, ഞങ്ങളൊക്കെ നേരെയാക്കി എടുക്കണം, മനുഷ്യകുലത്തെ നേരെയാക്കുകയാണ്, ഇവിടെ വികസനം കൊണ്ടുവരികയാണ്, കടൽ കര വായു അതൊക്കെ ഞങ്ങൾ നേരെയാക്കുകയാണ്, അങ്ങനെ ഞങ്ങൾ മുസ്ലിഹീങ്ങളാണ്, ഞങ്ങൾ ഇസ്ലാഹ് ചെയ്യുന്നവരാണ് എന്നവരുടെ ഖുർആന്റെ പ്രയോഗം നിങ്ങൾ നോക്കുക എത്ര കൃത്യമാണ്. നിങ്ങൾ ഈ ഭൂമിയുടെ ഈ സംവിധാനത്തെ കുഴപ്പത്തിലാക്കല്ല, വ്യക്തികളെ അധാർമികതയിലേക്ക് നയിക്കല്ല, സമൂഹത്തെ അതിനെ താളത്തെ തെറ്റിച്ച് ക്രമരഹിതമാക്കി മാറ്റല്ല, ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ കുഴപ്പത്തിലാക്കല്ല, വലാ തുഫ്സിദൂ ഫിൽ അർദ് എന്ന് പറഞ്ഞാൽ ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇതെല്ലാം നേരെ ക്രമത്തിലാക്കുകയാണ്. അല്ലാഹു പറയാം, അവർ ഈ പറയുന്നത് കാപ്പട്യമാണ്, അവരുടെ വികസന സങ്കല്പങ്ങളും വികസന സ്വപ്നങ്ങളും അവർ പറഞ്ഞ വർത്താനൊക്കെ വെറും കാപ്പട്യമാണ്. മനുഷ്യകുലത്തെ നന്നാക്കുകയല്ല, അവർ നശിപ്പിക്കുകയാണ്, വെറുപ്പിക്കുകയാണ്, അകറ്റുകയാണ്, വിദ്വേഷം പരത്തുകയാണ്. അവർ മനുഷ്യന്റെ ധാർമ്മികതയെ പരിപോഷിക്കുകയല്ല, മനുഷ്യനെ അവർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അശ്ലീലത്തിന്റെയും അടിമകളാക്കി മാറ്റി. അതുകൊണ്ട് അവരുടെ ഇസ്ലാഹിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ അറിയണം. ഖുർആൻ പറയുന്നു സൂറ അൽ ബഖറ 11-ാം വാക്യം, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവർ 1-ാം നമ്പർ കുഴപ്പക്കാരാണ്. നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയണം, ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവർ തന്നെയാണ് ഇതിനെല്ലാം കുഴപ്പത്തിലാക്കുന്നവർ. വലാകിൻ ലാ യശ്ഉറൂൻ, പക്ഷേ അവർ അറിയുന്നില്ല അവർ ചെയ്യുന്ന പ്രവർത്തനം എത്ര ഗുരുതരമായ സംഗതിയാണെന്നും അതിനെ നാഥൻ എത്രമേൽ കൺപാർത്തിരിക്കുന്നുണ്ട് എന്നും അവന്റെ കിതാബിൽ അതിന്റെ അനന്തരഫലം എന്നാണ് അവർക്ക് ലഭ്യമാകാനിരിക്കുന്നത് എന്താണ് രേഖപ്പെടുന്നത് അറിയുന്നില്ല. പക്ഷെ അവർ ഈ കുഴപ്പം ചെയ്തുകൊണ്ടേയിരിക്കണം, ഈ ഫസാദ് നടത്തിക്കൊണ്ടിരിക്കുക. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്. അൽ ബഖറയിൽ അല്ലാഹു അറിയാം ആരാണ് മുസ്ലിഹ്, ആരാണ് മനുഷ്യകുലത്തിലെ ധാർമ്മികത നിർത്താൻ പണിയെടുക്കുന്നവർ, ആരാണ് ഈ കുഞ്ഞിനെ പരിപോഷിപ്പിക്കുന്നവർ, ആരാണ് ഈ സമൂഹത്തിലെ താളത്തെ തെറ്റാതെ കൊണ്ടുവരുന്നത് അല്ലാഹുവിന് അറിയാം. അതുകൊണ്ട് വല്ലാഹു യഅലമു മുഫ്സിദ മിനൽ മുസ്ലിഹ്, മുസ്ലിഹ് ആരാണെന്ന് മുഫ്സിദ് അല്ലാഹുവിന് അറിയാം. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, സൂറ അൽ ബഖറ 205. ഈ കുഴപ്പത്തെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹു വെച്ച ഈ വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. മനുഷ്യന്റെ അധിവാസം ഭൂമിയിൽ സാധിക്കണം, എല്ലാവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, എല്ലാവർക്കും നിഷ്കൃഷ്ടമായ നീതി ലഭിക്കണം, എല്ലാവർക്കും ജീവിക്കാൻ വിഭവം ലഭ്യമാകണം. ഈ മണ്ണും വിണ്ണും വായുവും വെള്ളവും ഒക്കെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന സ്വസ്ഥമായ ഇടമായിട്ട് മാറണം. അത്തരം ഒരു ക്രമത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം. അതിനെതിരെ നടക്കുന്ന എല്ലാ പ്രവർത്തനവും ഫസാദാണ്. ആ ഫസാദ് അല്ലാഹു ഇഷ്ടപ്പെടില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഫസാദിനെ അല്ലാഹു ഇഷ്ടപ്പെടില്ല. ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ ആയത്തിനെ വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ പറയാം. അതുകൊണ്ട് ഈ ഫസാദിലെ കുഴപ്പത്തിലാക്കാൻ അതൊരു ചെറിയ കുറ്റമല്ല. അതിന്റെ മുഫസ്സിർ താഴെയുള്ള വാക്യം നിങ്ങൾ അതിന്റെ ഉദാഹരണം, ഫസാദു ഫിൽ അർദി ജരീമത്തുൽ കുബ്ര, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നത് ജരീമത്തുൽ കുബ്ര, ഏറ്റവും വലിയ കുറ്റമാണ്. ക്രിമിനൽ കുറ്റം ജരീമ, ക്രിമിനലിസമാണ്. അത് കുബ്ര, ഏറ്റവും വലിയ കുറ്റമാണ്. ലാ തലാഹിഹാ ജരീമത്തുൻ ഇല്ലാ ജരീമത്തു ശിർകു ബില്ലാഹ്, ഇല്ലാ ജരീമത്തു ശിർകി ബില്ലാഹ്. അല്ലാഹുവിൽ പങ്കു ചേർക്കൽ എത്ര വലിയ കുറ്റമാണോ അതിനോട് മാത്രമേ ഇതിനെ താഴ്ന്നിട്ടുണ്ടാവുന്ന. അപ്പൊ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യൽ ഏറ്റവും വലിയ കുറ്റമായിട്ട് മനസ്സിലാക്കുന്ന ഒരു മുസൽമാന് മനസ്സിലാവണം. ശിർക്കിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും പറഞ്ഞ അതേ ഖുർആൻ ഈ ഫസാദിനെ കുറിച്ചും പറഞ്ഞിരിക്കുക. അതുപോലെ ശിർക്ക് പോലെ അതിനോട് മാത്രമേ ഉപയോഗിക്കാവൂ. ശിർക്കിൽ താഴെ നിൽക്കുന്നതാണെങ്കിലും ശിർക്ക് പോലെയാണത്, അത്ര വലിയ കുറ്റമാണ്.
അതിന് അവസാനം കൊണ്ടുപോയി വെച്ചാൽ പോരാ. നമ്മൾ നല്ല ഭക്തരാണ്, ഹൈന്ദവ സമൂഹത്തിൽ നല്ല ഭക്തരുണ്ട്, ക്രൈസ്തവ സമൂഹത്തിൽ നല്ല ഭക്തരുണ്ട്, മുസ്ലിം സമൂഹത്തിൽ നല്ല മുത്തഖീങ്ങളുണ്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, എല്ലാം കുഴപ്പത്തിലാ പോണത്. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായി വരുന്ന ഒരു ക്രമത്തിനകത്ത് അതൊരു ചെറിയ കാര്യമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസം മുന്നോട്ട് പോയിക്കൂടാ. ഷിർക്കിന് സമാനമായിട്ട് ഷിർക്കിനോട് മാത്രം താരതമ്യപ്പെടുത്താവുന്ന രീതിയിൽ വലിയ കുറ്റമാണ് ഈ പറയുന്ന ഫസാദ് എന്ന് കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിക്കുക. ഇതുകൊണ്ടായിരിക്കണം അള്ളാഹു മലക്കളെ വിളിച്ചുകൊണ്ട് ഞാൻ മനുഷ്യരെ ഭൂമിയിലേക്ക് വിടാൻ പോവാണ്, ഒരു പുതിയ വർഗത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഭൂമിയിലെ മനുഷ്യരെ പരിചയമില്ലാത്ത മലക്കൾ പറഞ്ഞ വർത്തമാനം ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതേ സൂറ അൽ ബഖറയിൽ വഇദ് ഖാല റബ്ബുകൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമിയിൽ എന്റെ ഒരു പ്രതിനിധിയെ ഞാൻ നിയോഗിച്ചയക്കാൻ പോകുന്നു എന്ന് മലക്കളോട് പറഞ്ഞപ്പോ ഖാലു, ആ മലക്കൾ ചോദിക്കുക തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ആ തജഅലു ഫീഹാ നീ അവിടെ നിയോഗിക്കാൻ പോവുകയാണോ മൻ ഒരു കൂട്ടരെ, യുഫ്സിദു ഫീഹാ എല്ലാം കുഴപ്പത്തിലാക്കുന്ന, അവിടെ കുഴപ്പമുണ്ടാക്കുന്ന കൂട്ടരെ നിയോഗിക്കാൻ പോവുകയാണോ? അവിടെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ നീ നിയോഗിക്കണം. യുഫ്സിദു ഫീഹാ, ആ ആളുകൾ അവിടെ ചെന്നിട്ട് വയസ്ഫികു ദിമാ രക്തം ചിന്തുകയും ചെയ്യും. ഇപ്പൊ രക്തം ചിന്തുകയും ഈ ഭൂമിയുടെ ക്രമത്തെ താറുമാറാക്കുന്ന ആളുകളെ നീ ഭൂമിയിൽ നിയോഗിക്കാൻ പോവുകയാണോ എന്ന് മലക്കൾ ചോദിച്ചപ്പോൾ യുഫ്സിദു ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാകും ഇവരും, അവരത് കുഴപ്പത്തിലാക്കില്ലെന്ന് മലക്കൾ സംശയം ചോദിച്ച ഭാഗവും നമുക്കറിയാം. അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധമായി നിൽക്കുന്ന ഒന്നാണ്. ഈ ഫസാദിനെ പരിചയപ്പെടുത്തിയ അടുത്ത ഒരു സൂക്തം കൂടികൾ മുഖത്തിമേൽ ആ സൂക്തമാണ് ഓതി വെച്ചത്. സാന്ദർഭികമായ ആ സൂക്തത്തിന് ഇപ്പോൾ വലിയ പ്രസക്തിയുണ്ട്. ഈ സാമൂഹ്യ ക്രമത്തെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഉലിൽ അംർ എന്നാണ് ഖുർആന്റെ ഭാഷ. ഉലിൽ അംർ കൈകാര്യകർത്താർ, വിലായത്ത് ഭരണമേറ്റെടുക്കുക, തവല്ല അധികാരം വാഴുന്നവർ, ഭരണമേറ്റെടുക്കുന്നവർ, അത്തരം ആളുകൾ കാണിക്കുന്ന കുഴപ്പത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഇതേ ഖുർആൻ. ഖുർആന്റെ പദപ്രയോഗമാണ് കേട്ടോ, ആ പദപ്രയോഗം കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കുക. അവിടെ വിശുദ്ധ ഖുർആൻ പറയുന്ന മുഖത്തിൽ ഓതി വെച്ച സൂക്തം സൂറ അൽ ബഖറ 205 വൈദാ തവല്ല, അങ്ങനെ ഒരു കൂട്ടരുണ്ട് കേട്ടോ. അവർ അധികാരം ഏറ്റെടുത്താൽ, തവല്ല അധികാരം ഏറ്റെടുക്കുക, ഭരണം ഏറ്റെടുക്കുക, കൈകാര്യത്തെ ഏറ്റെടുക്കുക, വേറെ പിന്തിരിയുക, വേറെ അവഗണിക്കുക, അങ്ങനെ മൂന്നാല് അർത്ഥത്തിലായി പദം വന്നിരിക്കുന്നത്. ഇവിടെ അധികാരം ഏറ്റെടുക്കുന്ന കൈകാര്യത്തെ തവല്ല, അവർ അധികാരം ഏറ്റെടുത്താൽ, ഭൂമിയിൽ അവർ എന്തിനാണ് പരിശ്രമിക്കുക? ഭൂമിയിൽ പരിശ്രമിക്കും, ആ ഭൂമി കുഴപ്പമുണ്ടാക്കും. ആ കുഴപ്പത്തിന്റെ ഭാഗമായി എന്തൊക്കെ ചെയ്യുക? അവർ കൃഷിയെ നശിപ്പിക്കും. കൃഷി എന്ന് പറയുമ്പോൾ ഇന്ന് മുഖ്യ ഉപജീവനം കൃഷിയല്ല, പക്ഷെ അന്ന് മുഖ്യ ഉപജീവനം കൃഷിയാണ്. അതുകൊണ്ട് ഈത്തപ്പന കൃഷിയാവട്ടെ, മറ്റ് ധാന്യങ്ങളാവട്ടെ, ഒട്ടകം കന്നുകാലികളാവട്ടെ, ഇതൊക്കെ കൃഷിയാണ്, ഉപജീവന മാർഗം. നിങ്ങളുടെ ഉപജീവന മാർഗത്തെ അവർ കുഴപ്പത്തിലാക്കും. നിങ്ങളുടെ തലമുറകളെ, തലമുറ, പിന്തുടർച്ചക്കാർ, ജനറേഷൻ, തലമുറകളെയും കുഴപ്പത്തിലാക്കും. അവർ ഭൂമിയിൽ അധികാരം വാണാൽ അവർ പരിശ്രമിക്കുന്നത് ഈ മനുഷ്യന്റെ ഉപജീവനത്തെ കുഴപ്പത്തിലാക്കാനും അവന്റെ തലമുറകളെ നശിപ്പിക്കാനുമാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഈ കുഴപ്പം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എങ്ങനെയാണ് ഈ ആയത്ത് പരിചയപ്പെടുത്തിയത്? ഖുർആൻ തൊട്ട് മുമ്പത്തെ ആയത്തിൽ അല്ലാഹു പറയാം, ഒബരന്നാസി, ജനങ്ങൾ ഒരു കൂട്ടരുണ്ട്, ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ, ഈ ഭൗതികമായ ദുനിയാവിനെ കുറിച്ച് അവർ പറയുന്ന വർത്താനം കേട്ടാൽ നിങ്ങൾ അങ്ങ് ഞെട്ടിപ്പോകും. യുഅ്ജിബുക, നിന്നെ അത്ഭുതപ്പെടുത്തും പ്രവാചകരെ, അഥവാ നമ്മളെ അത്ഭുതപ്പെടും. തിരുനബിയാണ് അഭിസംബോധന ഖുർആനിന്റെ, നമ്മളോടാണ് സംസാരിക്കുന്നത്. അവരുടെ വർത്തമാനം കേട്ട നാടിനെ കുറിച്ചും നഗരത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും വിശാലതയെക്കുറിച്ചും നടപ്പാക്കാൻ പദ്ധതികളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു. ഇതാ തവല്ല, ആ ആളുകൾ അധികാരമായിട്ട്, അങ്ങനെ പ്രയോഗം, അവരധികാരത്തിന്റെ കുഴപ്പമില്ല. അവലെന്നാസി, ജനങ്ങളുടെ മേൽ ഒരു കൂട്ടർ യോജിപ്പൊക്കെ കൗലുഹു, അവരുടെ വർത്തമാനങ്ങൾ അത്ഭുതപ്പെടുത്തില്ല. ഹയാത്തില്ല, ഈ ദുനിയാവിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ. എന്നിട്ട് അവർ പറയുന്നതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ അവർ ദൈവത്തെ സാക്ഷിയാക്കും. ഹൃദയത്തിലുള്ളത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി അവർ ദൈവത്തെ കൂട്ടുപിടിക്കും. ഒരു മതവിശ്വാസം ഇല്ലാത്തവനും വലിയ ഭക്തനായിട്ട് മുമ്പിൽ നിൽക്കും. അങ്ങനെ അവൻ അമ്പലത്തിന്റെ പ്രതിഷ്ഠ നടത്തും. ഭരണകർത്താവ് അമ്പല പ്രതിഷ്ഠക്ക് പോകും. ഭരിക്കുന്നവൻ ആ പണി ചെയ്യേണ്ടതാണ്. ഇത് വേറെ ആൾ ചെയ്യണം, നമുക്കറിയാം.
പക്ഷെ അതേ ആളുകൾ അവരുടെ ആസ്ഥാനത്തിന്റെ മുറ്റം വിശാലമാക്കാൻ 1400-500 വർഷം പഴക്കമുള്ള അവിടെ ആരാധന അടിച്ചു തകർക്കുകയും ചെയ്യും. അങ്ങനെയാണ് അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്, വായിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ദൈവത്തിന്റെ ചിലപ്പോ അയാൾ ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞു കളയും. ഇങ്ങനെയൊക്കെ അവർ ചെയ്യും. അപ്പൊ അതാണ് ദൈവത്തെ കൂട്ടുപിടിക്കും. അവര് പറയുന്ന കാര്യം ആത്മാർത്ഥമായി, മതപരമായി, ദൈവികമായി അവരുടെ ആളുകൾക്ക് ഇഷ്ടപ്പെടും വിധമുള്ള രീതിയിൽ അവർ കാര്യങ്ങളെ അവതരിപ്പിക്കും. എന്നിട്ടോ വഹുവ അലത്തുൽ ഹിസാം, അവർ ഏറ്റവും വലിയ മനുഷ്യകുലത്തിന്റെ ശത്രുക്കൾ. അല്ലാഹു പറയാം, അവരാണ് മനുഷ്യകുലത്തിന്റെ ശത്രുക്കൾ. അലത്തുൽ ഹിസാം, ഏറ്റവും വലിയ കുതർക്കവും വഞ്ചനയും ചെയ്യുന്ന മനുഷ്യകുലത്തിന്റെ ശത്രുക്കളാണ്. എന്നിട്ടാണ് അവർ അവർ ഈ ഭൂമിയിൽ അധികാരമേറ്റാൽ ഭൂമിയെ കുഴപ്പത്തിലാക്കും, സമൂഹത്തെ കുഴപ്പത്തിലാക്കും, നാടിനെ കുഴപ്പത്തിലാക്കും. നിങ്ങളുടെ ഉപജീവനത്തെ അവർ താളം തെറ്റിച്ച് കളയും. നിങ്ങളുടെ വരുമാന മാർഗം മുടങ്ങിപ്പോകും, സ്വസ്ഥമായ ജീവിതം സാധ്യമാകാതെ വന്നസിൽ നിങ്ങളുടെ തലമുറക്കുള്ള മണ്ണിൽ കാലുറപ്പിക്കാൻ പറ്റാതെ വരും. നിങ്ങളുടെ തലമുറക്ക് മണ്ണിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കും. അത്തരം ആളുകൾ കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകളാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഈ കുഴപ്പം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നാണ്. അപ്പൊ ഇതെങ്ങനെയാണ് അധികാരം ഏറ്റെടുക്കുന്ന ആളുകൾ അവർക്ക് സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ അവർ ഭരിക്കുന്ന ഭരണീയരെ അവർക്ക് പറ്റുന്ന എങ്ങനെ പാകപ്പെടുത്തുമെന്ന് ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. ഒരു സംഭവം ഇങ്ങനെ സഹിതം രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രൂരനായ ഏകാധിപതിയായി പേര് കേട്ട സ്റ്റാലിൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മൂപ്പരൊരിക്കൽ നമ്മുടെ പാർലമെന്റിലേക്ക് ഒരു കോഴിയെ കൊണ്ടുവരുന്ന ചരിത്രം ഇതുണ്ടായ സംഭവമാണ് കേട്ടോ. ഒരു പൂവൻ കോഴിയെ കൊണ്ടുവന്നു. എന്നിട്ട് പാർലമെന്റ് അംഗങ്ങൾ നോക്കി നിൽക്കെ ആ കോഴിയുടെ തൂവൽ ഓരോന്നോരോന്നായി പറിച്ചു. അതിന്റെ പപ്പും കൂടെയും മുഴുവനായും പറിച്ചെടുത്തു. വേദന കൊണ്ട് ഈ ജന്തു, ഈ പക്ഷി ഇങ്ങനെ കടന്ന് പുളയുന്നുണ്ട്. ആളുകളെ അത്ഭുതപ്പെട്ട് നോക്കുക, ഇത് എന്താ ചെയ്യുന്നത്? പാർലമെന്റിലേക്കാണ് കോഴിയെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ പപ്പും കൂടെയും പറിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മുഴുവനായതിന്റെ പപ്പും കൂടെ പറിച്ചു കളഞ്ഞ് മരണവെപ്രളത്തോടെ വേദനിച്ചുകൊണ്ട് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കോഴിയെ പിന്നീട് പാർലമെന്റ് നടുത്തളത്തിലേക്ക് വിട്ടു. എന്നിട്ട് അദ്ദേഹം താഴെ ഇറങ്ങി വന്നിട്ട് ഈ മരണവെപ്രാളം കാണിക്കുന്ന ഈ ജന്തുവിന്റെ മുമ്പിൽ ധാന്യമണികൾ വിതറി. ആ ജന്തു വേദനയോടെ തന്നെ വെപ്രാളത്തിന് ധാന്യമണികൾ ഓരോന്നോരോന്നായി ഒത്തിരുന്നാൻ തുടങ്ങി. ധാന്യമണി വിതറി വിതറി സ്റ്റാലിന്റെ കാൽ കീഴിൽ വരെ വിതറി. ഈ പക്ഷി കൂടെയും പോയ പക്ഷി ആ ധാന്യം കൊത്തി കൊത്തി സ്റ്റാലിന്റെ കാൽ കീഴിൽ വരെ വന്നു. ഇതെല്ലാം അത്ഭുത സ്തബ്ധരായി പാർലമെന്റ് അംഗങ്ങൾ നോക്കി നിൽക്കുക. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ അറിയുക, രാഷ്ട്രീയവും ഇങ്ങനെ തന്നെയാണ്. ഇത് സ്റ്റാലിന്റെ വാക്കുകളാണ്. ജനങ്ങളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും പറ്റിക്കാം, ദ്രോഹിക്കാം, എന്തും ചെയ്യാം. അതിനൊപ്പം കുറച്ച് ധാന്യമണികൾ ഇട്ടുകൊടുത്താൽ അവർ നമ്മുടെ കാൽച്ചുവട്ടിൽ കറങ്ങി നിന്നുകൊള്ളും. ഇതാണ് രാഷ്ട്രീയം. നിങ്ങളെ എങ്ങനെയും ദ്രോഹിക്കാം. എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമ്പോ ഈ പപ്പും കൂടെയും പോയി ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയ, ഈ ഒരു രോഗപ്രതിരോധം സാധ്യമല്ലാത്ത, ശത്രുവിന് ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത, ഒരിത്തിരി പറക്കാൻ കഴിയാത്ത, കാലാവസ്ഥ ചെറുക്കാൻ കഴിയാത്ത, പപ്പും കൂടെയും നഷ്ടപ്പെട്ടു പോയ ഈ പക്ഷി അപ്പോഴും ഈ ആനുകൂല്യമാകുന്ന ധാന്യമണികൾ കൊത്തി തിന്ന് സ്റ്റാലിന്റെ കാൽപ്പിൽ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടെ. അതുകൊണ്ട് ഈ ജന്തുവിനെ എത്രമേൽ ദ്രോഹിച്ചു, അതിനെ നിങ്ങൾക്ക് എത്രമേൽ കുഴപ്പത്തിലാക്കി എന്നതൊരു വിഷയമാവില്ല. കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ ആ ജന്തു ആ ധാന്യമണികൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് രാഷ്ട്രീയം. അത് ചില ആനുകൂല്യങ്ങൾ നൽകിയിട്ട് നിങ്ങളുടെ സമൂഹത്തെ, നിങ്ങളുടെ സംവിധാനത്തെ, നിങ്ങളുടെ ക്രമത്തെ, അല്ലാഹ് ഇസ്ലാം ചെയ്ത ഈ സാമൂഹിക ക്രമത്തെ, ഭൂമിയെ മൊത്തം ഫസാദിലേക്ക് നയിക്കും. ഇതാണ് സംഭവിക്കുക എന്ന് കൃത്യമായിട്ട് ഈ വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ വിശദീകരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ് കൂട്ടരെ. അതുകൊണ്ടാണ് ഖുർആൻ കൃത്യമായിട്ട് ഇത്തരം ആളുകൾ അധികാരം കാണാൻ അവർ നിങ്ങളുടെ ഉപജീവനത്തെ കുഴപ്പത്തിലാക്കും, നിങ്ങളുടെ തലമുറകളെ നശിപ്പിക്കും, നിങ്ങളെ സാമൂഹിക മൊത്തം ഫസാദിലേക്ക് നയിക്കും. നിങ്ങൾ ഓർക്കണം, വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്,
ഈ കുഴപ്പം അല്ല ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നാണ്. അതുകൊണ്ട് നാം ജീവിക്കുന്ന ഒരു സാമ്യക്രമത്തിനകത്ത് ഇത് അനുഭവിക്കുകയാണ്. പള്ളികളും സ്കൂളുകളും ബുൾഡോസ് ചെയ്യപ്പെടുന്നു. പൗരത്വ പട്ടിക നടപ്പാക്കാൻ കഴിയാതെ SIR മുഖേന വളഞ്ഞ വഴിക്ക് വരുന്നു. അങ്ങനെ കുറെ ലക്ഷങ്ങൾ ഓരോ സംസ്ഥാനത്തും SIRന്റെ ഭാഗമായി പൗരന്മാരല്ലാതെ ഈ പൗരന്മാരാണ് തെളിയിക്കാൻ അതുപോലെ പണിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നീതി നിഷേധിക്കപ്പെടുന്നു, നിലനിൽപ്പ് നിഷേധിക്കപ്പെടുന്നു. പഠിച്ച് ജയിച്ച് യൂണിവേഴ്സിറ്റി പ്രവേശനം കിട്ടിയ കുട്ടികൾ മുസ്ലിമീങ്ങളായതുകൊണ്ട് പഠിപ്പ് പുറത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് UAP ചുമത്തപ്പെട്ട് ജയിലടക്കപ്പെടുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും നമ്മുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകുമ്പോഴും അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ കിട്ടുന്ന ധാന്യമണികൾ കൊത്തി തിന്നുന്ന പപ്പും കൂടെയും പോയ കോഴികളെ പോലെ, സ്റ്റാലിന്റെ കോഴിയെ പോലെ നമ്മുടെ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു വല്ലാത്ത ദുരന്തമാണ്. അതുകൊണ്ട് തിരിച്ചറിവ് എന്നത് ഖുർആൻ നൽകുന്നതാണ്. അത് വേറെ എവിടെയും പോയിട്ട് വാങ്ങേണ്ടതില്ല. അത്ര കൃത്യമാണ് തമ്പുരാന്റെ ഗ്രന്ഥം. ഓരോ സാമൂഹ്യ ക്രമത്തെയും ശരിക്കും വിലയിരുത്താൻ ഖുർആന്റെ ഓരോ ആയത്തും കൃത്യമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, അറിയണം. നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലായിട്ട് കിട്ടുന്ന ഒരു ആനുകൂല്യവും നമുക്ക് ഗുണം ചെയ്യില്ല. പപ്പും കൂടെയും പോയ കോഴിക്ക് ഈ ധാന്യമണികൾ താൽക്കാലിക ആശ്വാസമാണ്. ആ താൽക്കാലിക ആശ്വാസം ധാന്യമണികൾ അതിന് ജീവൻ നിലനിർത്തില്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ നമ്മൾ കൊടിയുടെ രാഷ്ട്രീയവും പാർട്ടി രാഷ്ട്രീയവും പറഞ്ഞ് നടക്കുന്നു എങ്കിൽ അങ്ങനെയല്ല ഖുർആനിന്റെ ഉത്ബോധനം. തിരിച്ചറിവുള്ള ഒരു വിഭാഗമായിട്ട് മുസ്ലിമീങ്ങൾ മാറണം. അവരാണ് ഈ മണ്ണിന്റെ ഉപ്പ്, അവരാണ് സമൂഹത്തിന് വഴികാട്ടേണ്ടവർ, അവരാണ് നേരും നെറിയുടെയും വക്താക്കൾ, അവരാണ് ധാർമ്മികതയുടെ ഗുണഭോക്താക്കൾ, അവരാണ് അതിന്റെ പ്രയോക്താക്കൾ. ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിനോടും മുകളിൽ മേലാപ്പായി നിൽക്കുന്ന വിണ്ണിനോടും അതിനിടെയുള്ള മുഴുവൻ മനുഷ്യരോടും നമ്മുടെ സമസൃഷ്ടികളോടും സഹജയോടും കൂറും കടപ്പാടുമുള്ളവരാണ് ഇസ്ലാമിക സമൂഹം. അങ്ങനെയാണ് ഖുർആൻ അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത കാലത്തോളം നമ്മൾ കേവല രാഷ്ട്രീയവും പറഞ്ഞ് തെരുവിലടിക്കുകയാണ്. പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് ഖുർആൻ പഠിപ്പിക്കുക. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് കേട്ടോ. അത് മനുഷ്യന്റെ രാഷ്ട്രീയമാണ്, അത് ധാർമ്മികതയുടേതാണ്, അത് ഈ പ്രകൃതിയുടെ സ്വസ്ഥമായ മുന്നോട്ട് പോക്കിൻ്റെതാണ്, അത് മനുഷ്യനുള്ള പാരസ്പര്യത്തിന്റെ ഇണക്കത്തിൻ്റെതാണ്, അത് അധാർമികതക്കും അശ്ലീലതക്കും അനീതിക്കും എതിരെയുള്ള നിലനിൽപ്പിൻ്റെതാണ്. അത്തരം ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കാണാനും പഠിക്കാനും നമുക്ക് സാധ്യമാകുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞതിൽ നമ്മൾ മുസ്ലിമീങ്ങളായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങളുടെ കൂടെ, അവരുടെ കൂടെ, കുഴപ്പക്കാരുടെ കൂടെ, കുഴപ്പമുണ്ടാക്കുന്ന കൂടെ നിൽക്കുന്ന അവസ്ഥ സംഭവിക്കും. അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്നല്ല, ചില സമൂഹങ്ങളെ, ഭരണകൂടങ്ങളെ ഒക്കെ അല്ല തകർത്തതിന്റെ കാരണവും ഫസാദാണെന്ന് ഖുർആൻ കൃത്യമായി സൂറ അൽ ഫജ്റിൽ പറയുന്നു. നമുക്ക് പരിചയമുള്ള സൂക്തം അലം തറ കൈഫ ഖാല റബ്ബുക ബിആദ് ഇർമദാത്തുൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു സഖറ ബിൽ വാദ് വഫിർഔന ബിൽ ഔതാദ്. അങ്ങനെ ആദ്, സമൂദ് തുടങ്ങി ഫിറഔൻ വരെയുള്ള ആ സമൂഹത്തിന്റെ കഥകൾ പറഞ്ഞിട്ട് അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവർ ഭൂമിയിൽ അതിക്രമം തുഴയാൻ, ഫസാദ്, കുഴപ്പം, അതിക്രമം പ്രവർത്തിച്ചവരാണ്. അത് ഫസാദ്, അവർ ഒരുപാട് കുഴപ്പങ്ങൾ ആ മണ്ണിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തമ്പുരാന്റെ ശിക്ഷയുടെ ചമ്മട്ടി അവിടെ അള്ള പ്രയോഗിച്ച നശിപ്പിച്ച കഥയും ഖുർആൻ പറയുന്നുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായ പ്രയോഗമാണ്. അതുകൊണ്ട് ഫസാദ, ഇത്തരം ആളുകൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പരിശ്രമിക്കുക. ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, സൂറ മാഇദ 64-ാം വചനം. അല്ലാഹു അത്തരം കുഴപ്പക്കാരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അധികാരം കൈയാളുന്ന ആളുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ ചെറിയ കാര്യമായിട്ട് ഇസ്ലാം കണ്ടില്ല. അത് വലിയ വിഷയമായിട്ട് അല്ല പഠിപ്പിക്കുകയാണ്. അത്തരം ആളുകളോട് നിങ്ങൾ അള്ളാഹുവിന്റെ ദൈവത്തെ ഭയപ്പെടണം. മുകളിൽ തമ്പുരാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ ഗർവ് നടിച്ച്, ഡമ്പ് നടിച്ച് പാപം തുറന്നുകൊണ്ടേയിരിക്കും. തൊട്ടടുത്ത ആഴ്ച വീണ്ടും ഖുർആൻ പറയുന്നുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പ്, അതിന്റെ പാരസ്പര്യം നിലനിൽക്കാനുള്ള അവകാശം, നീതി നിഷേധിക്കപ്പെടാത്ത അവസ്ഥ, വിഭവങ്ങൾ കൃത്യമായി കിട്ടുന്ന അവസ്ഥ, എല്ലാ സമൂഹം അംഗീകരിക്കപ്പെടുന്ന അവസ്ഥ, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ നിലവിൽ വരുന്ന ഉറപ്പുവരുത്താൻ പറ്റുന്ന അവസ്ഥ, നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടന ഖുർആൻ പഠിപ്പിച്ച മൂല്യങ്ങൾ നടപ്പിൽ വരുത്താൻ പറ്റുന്ന അവസ്ഥ, നമുക്ക് സ്വന്തമായി സ്വസ്ഥമായി മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ ഫസാദുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയം നേരെ പഠിക്കുകയാണെങ്കിൽ ഈ സമുദായമായിരിക്കും സമൂഹത്തെ നയിക്കുക. അത്രമേൽ കരുത്തുള്ളവരായി മാറാൻ, അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കാൻ, അവർക്ക് ബോധം നൽകാൻ നമ്മുടെ കയ്യിൽ ഗ്രന്ഥം മതിയായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ. വിശുദ്ധ ഖുർആന്റെ താല്പര്യങ്ങളെ മുൻനിർത്തി അതിനെ ശരിയായി പഠിച്ച് സമൂഹത്തെ വിശകലനം ചെയ്ത് നമ്മുടെ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നാളെ തുണക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനിയായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവിടെ ബർസഖിലെ ജീവിതം സ്വർഗീയ അനുഭൂതികൾ എന്ന ജീവിതമാക്കി അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അല്ലാഹു പ്രവേശിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും സമരവും പരിഹരിക്കുമാറാവട്ടെ. പൂർണ്ണമായ ആയുസ്സും ആരോഗ്യവും നൽകി അവരെയും നമ്മെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. നമ്മെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അല്ലാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് നമ്മുടെ അവകാശങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്ന സാമൂഹിക ക്രമത്തെ പടുത്തുയർത്താൻ അള്ളാഹുവിന്റെ ഉദവിയിൽ സഹായം ഉണ്ടാകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ തിരിച്ചുലത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ കരുതലാക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.